രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ്സാണ്. 5ാമത്തെ ദശകമാണ്, 8ാമത്തെ ശ്ലോകമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിനു മുമ്പുള്ളത് വേണമെന്നുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും സബ്സ്ക്രൈബ് ചെയ്തവർക്ക് 12 മണിക്ക് നാരായണീയം, എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണന്റെ കാമുകി രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുന്നു. എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മപദമാണ്. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നമ്മൾ പ്രത്യേകം ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ കൊല്ലത്താണ്. കൊല്ലത്ത് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർ, ദൂരെയുള്ളവരൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് പഠിക്കുന്നുണ്ട്. അതേ കണക്ക് തന്നെ നമുക്ക് ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്. നിങ്ങളത് കേൾക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 എന്നതാണ് എൻ്റെ നമ്പർ. അപ്പോൾ അതേ കണക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ടെമ്പിൾസിനെ കുറിച്ച് പ്രത്യേകം ഞാൻ കൊടുത്തിട്ടുണ്ട്. ജനറൽ എന്ന ഐറ്റത്തിൽ നിങ്ങൾക്ക് പ്രയോജനം കിട്ടുന്ന വീഡിയോ ഉണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നാരായണീയം ആരംഭിക്കുകയാണ്. ഇന്നത്തെ നാരായണീയം നമുക്ക് പാടിത്തരുന്നത് കൃഷ്ണപ്രിയ. നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ. നാരായണീയം പാടാൻ ആഗ്രഹമുള്ളവർ ഏതെങ്കിലും ദശകത്തിലെ ഒരു 4 വരി പാടി, ഇതെൻ്റെ വാട്സപ്പ് നമ്പറാണ്,
അതിലേക്ക് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ നിശ്ചയമായും നാരായണീയം പാടാനുള്ള ഭാഗ്യം നിങ്ങൾക്കും ഉണ്ടാകും. അതൊരു മഹാഭാഗ്യമാണ്. നമ്മുടെ കൃഷ്ണപ്രിയ രാധാ കവചം പാടി അയച്ചു തന്നിട്ടുള്ള കൃഷ്ണപ്രിയ അല്ലേ, രാധാ കവചത്തിലൂടെ നിങ്ങളുടെ ഹൃദയം കവർന്ന കൃഷ്ണപ്രിയയാണ്. ഇതാ കൃഷ്ണപ്രിയ അതിമനോഹരമായി പാടുന്നു. അതിനുശേഷം ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ശബ്ദാദ്യോമതദസ്സർജിത വിഭോ സ്പർശം തതോ മാരുതം തസ്മാദ്രൂപമതോ മഹോധചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവപൂർവകലനാദാദ്യാദ്യധന്മാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രാകാശയസ്താമസാൻ. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയത് കേട്ടല്ലോ. അതേ കണക്ക് കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾ കേൾക്കണം. രാധിക കവചം അത് 2 ഉണ്ട്. അത് 2 ചൊല്ലിയാലാണ് പ്രയോജനം കിട്ടുന്നത്. അതിൻ്റെ ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട്. അത് വീഡിയോ ആക്കി ഫുൾ പാടി കൃഷ്ണപ്രിയ ഇട്ടിട്ടുണ്ട്. രാധയെ പൂജിച്ചാൽ എന്ന വീഡിയോ കാണണം. പിന്നെ രാധാ സഹസ്രനാമം ഒരു പദം ഉച്ചരിച്ചാൽ ഈ വീഡിയോ കാണാൻ മറക്കരുതേ. അപ്പം നമുക്ക് നോക്കാം. ശബ്ദ വ്യോമ തഥ സസർജിത വിഭോ സ്പർശം തഥോ മാരുതം തസ്മാത് രൂപമതോ മഹോ അധചരസം തോയം ച ഗന്ധം മഹീം ഏവം മാധവ പൂർവകലനാ ആദ്യാദ്യ ധർമാന്വിതം ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ പ്രകാശയ താമസാത്. അപ്പൊ നിങ്ങൾ അർത്ഥങ്ങൾ എഴുതിക്കൊള്ളൂ. ശബ്ദാത് അർത്ഥം എഴുതിക്കോ. ശബ്ദത്തിൽ നിന്ന്. വ്യോമ ആകാശം. അപ്പൊ ചേർത്തെഴുതുമ്പം ശബ്ദാദ്യോമ, ശബ്ദത്തിൽ നിന്ന് ആകാശം, ഇങ്ങനെ എഴുതി. ശബ്ദാദ്യോമ, ശബ്ദത്തിൽ നിന്ന് ആകാശം. തഥ അതിൽ. സസർജിത സൃഷ്ടിച്ചു. വിഭോ ഭഗവാനെ, ഗുരുവായൂരപ്പ, അതാണ് വിഭോ. സ്പർശം നമ്മൾ സ്പർശിക്കുക, തൊടുക എന്നുള്ള അർത്ഥം മാത്രമേ ഉള്ളൂ സ്പർശം. തഥാ മാരുതം, ആ സ്പർശത്തിൽ നിന്ന് വായുവും എന്നർത്ഥം എഴുതണം. ആ സ്പർശത്തിൽ നിന്ന് വായുവും. തസ്മാത്, അതിൽ നിന്ന്. തസ്മാത് ധ്രുവമതോ, അടുത്ത വരി. തസ്മാത് ധ്രുവമതോ, അതിൽ നിന്ന് രൂപത്തെയും. മഹ അർത്ഥമെഴുത് തേജസ്സിനെയും. അധച അർത്ഥം എന്നിട്ട്. രസത്തെയും. തോയം ജലം എന്നർത്ഥം എഴുതും. തോയം ജലം. ഗന്ധം തന്നെയാണ്, മണം. നമ്മളെ ഗന്ധം, എന്തൊരു ഗന്ധം, പൂവിൻ്റെ സുഗന്ധം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഗന്ധം. മഹീം ഭൂമിയെയും. ഏവം അർത്ഥം ഇപ്രകാരം. മാധവ അർത്ഥം ശ്രീകൃഷ്ണൻ. പൂർവ അർത്ഥം മുൻപുണ്ടായിരുന്നതിൻ്റെ. നമ്മളിതിലെ പണ്ടൊരിക്കൽ എന്ന് പറയുന്ന കണക്കാണ് മുൻപുണ്ടായിരുന്നതിൻ്റെ. മനസ്സിലെ മുൻപുണ്ടായിരുന്നതിൻ്റെ. അടുത്തത് കലനാത് കൂടിച്ചേരൽ മൂലം. ആദ്യാദ്യ അർത്ഥം ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ. ആദ്യാദ്യ അർത്ഥം ആദ്യം ഉണ്ടായിരുന്നതിൻ്റെ. ധർമാന്വിതം അർത്ഥം ധർമ്മങ്ങളോടു കൂടിയ. ഭൂതഗ്രാമമിമം
ഭൂതഗ്രാമമിമം. അർത്ഥം ഈ ഭൂതസമൂഹത്തെ, ഭൂതഗ്രാമമിമം ഈ ഭൂതസമൂഹത്തെ, ത്വമേവ അങ്ങ് തന്നെ, ത്വമേവ അങ്ങ് തന്നെ, പ്രാകാശയ പ്രാകാശയ പ്രകാശിപ്പിച്ചു, പ്രാകാശയ പ്രകാശിപ്പിച്ചു, താമസാത് അർത്ഥം താമസത്തിൽ നിന്ന്, തമോ ഗുണത്തിൽ നിന്ന്, താമസാത് എന്ന് പറയുമ്പോൾ തമോ ഗുണത്തിൽ നിന്ന്, അത് പണ്ഡിതന്മാർ പറയും താമസ അഹങ്കാരത്തിൽ നിന്ന്. അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? മൊത്തത്തിൽ അർത്ഥം പറഞ്ഞു തരാം. അല്ലയോ ഗുരുവായൂരപ്പ, പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ തുടരുകയാണ്. അല്ലയോ ഗുരുവായൂരപ്പ, അവിടുന്ന് ശബ്ദത്തിൽ നിന്ന് ആകാശത്തെ സൃഷ്ടിച്ചു. ഭഗവാനേ കൃഷ്ണ, അങ്ങ് ശബ്ദത്തിൽ നിന്ന്, നമുക്കറിയാം ശബ്ദം ഓംകാരം, ഓം, ആ ഓംകാര ശബ്ദത്തിൽ നിന്ന് ഭഗവാനെ അങ്ങ് ആകാശത്തെ സൃഷ്ടിച്ചു. ആകാശത്തിൽ നിന്ന് അങ്ങ് ആരെ സൃഷ്ടിച്ചു? സ്പർശത്തെ സൃഷ്ടിച്ചു. ആ സ്പർശം എന്താണെന്ന് ഞാൻ ഇനി വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്പർശത്തിൽ നിന്നങ്ങ് ആരെ സൃഷ്ടിച്ചു? വായുവിനെ സൃഷ്ടിച്ചു. എന്നിട്ടോ വായുവിൽ നിന്നാണ് രൂപങ്ങൾ സൃഷ്ടിച്ചത്. നമുക്കിപ്പോൾ ഓരോ രൂപം ഉണ്ടല്ലോ. എനിക്കൊരു രൂപം, നിങ്ങൾക്കൊരു രൂപം, മാമ്പഴത്തിനൊരു രൂപം, സർപ്പത്തിനൊരു രൂപം. ആ രൂപത്തെ സൃഷ്ടിച്ചു. അതിൽ നിന്ന് ഭഗവാനെ അങ്ങ് തേജസ്സിനെ സൃഷ്ടിച്ചു. തേജസ്, അഗ്നി. അപ്പോൾ നോക്കിക്കൊള്ളണം. അല്ലയോ ഗുരുവായൂരപ്പ, അദ്ദേഹം ഭഗവാൻ ആദ്യം ശബ്ദത്തെ സൃഷ്ടിച്ചു. ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം. അപ്പോൾ ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് ആര് വന്നു? വായു. ഇനി വായുവിൽ നിന്നാണ് രൂപങ്ങളുണ്ടായത്. അതിൽ നിന്നാണ് തേജസ് ഉണ്ടായത്, അഗ്നി ഉണ്ടായത്. തേജസ്സിന് രണ്ടർത്ഥമുണ്ട്. അഗ്നിയെന്നും അഭൗമമായ പ്രകാശം. ചിലരുടെ മുഖം കണ്ടിട്ട് നമ്മൾ പറയത്തില്ലേ എന്തൊരു തേജസ്സാണെന്ന്. ആ തേജസ്സിൽ നിന്ന് രസത്തെ നിർമ്മിച്ചു. രസത്തിൽ നിന്ന് ജലത്തെ നിർമ്മിക്കുന്നു. ഇതൊക്കെ എന്താ നമ്മൾ വിശദമായി പഠിക്കും. ജലത്തെ നിർമ്മിക്കുന്നു. ജലത്തിൽ നിന്ന് ഭഗവാൻ ഗുരുവായൂരപ്പൻ ഗന്ധത്തെ നിർമ്മിച്ചു. മണം അല്ലേ, പൂവിൻ്റെ സുഗന്ധം. ഗന്ധത്തിൽ നിന്നാണ് ഭഗവാൻ ഭൂമിയെ സൃഷ്ടിച്ചു. ഹേ മാധവ, കണ്ടില്ലേ? അപ്പം ആ സൃഷ്ടി രഹസ്യം നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായല്ലോ. അതായത് നമുക്ക് ഓരോ വരിയെടുത്ത് പഠിക്കുമ്പോഴേ മനസ്സിലാവും. കാരണം ഒത്തിരി ഇങ്ങനെ അടുക്കിന് വരികയാണ്. ഭഗവാൻ ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, രൂപത്തിൽ നിന്ന് തേജസ്, തേജസ്സിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് പിന്നീട് ഭൂമിയെയും സൃഷ്ടിച്ചു. ഹേ മാധവ, ഇപ്രകാരം ആദ്യമാദ്യമുണ്ടായവയുടെ ധർമ്മത്തോടു കൂടി താമസ ഗുണം വെച്ച്, തമോ ഗുണം വെച്ച്, അതായത് താമസ അഹങ്കാരത്തിൽ നിന്നും എന്തു ചെയ്തു? അങ്ങ് പഞ്ചഭൂതങ്ങളുടെ ഈ സമൂഹത്തെ സൃഷ്ടിച്ചു. അപ്പം ഭഗവാനെ ശ്രീകൃഷ്ണ, മാധവ, മായുടെ ധവൻ, ലക്ഷ്മി ദേവിയുടെ ഭർത്താവായിട്ടുള്ളവനെ, അല്ലയോ മാധവ ശ്രീകൃഷ്ണ, അങ്ങ് ആദ്യം ഉണ്ടായവയുടെ ധർമ്മത്തോടു കൂടി. ആദ്യം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സത്വഗുണം ഉണ്ടാകുന്നു, രജോ ഗുണം ഉണ്ടാകുന്നു, തമോ ഗുണം ഉണ്ടാകുന്നു, പിന്നെ ശബ്ദം ഉണ്ടാകുന്നു, പിന്നെ ശബ്ദത്തിൻ്റെ ധർമ്മത്തോട് കൂടിയിട്ട് അടുത്തത് സ്പർശം, സ്പർശത്തിൻ്റെ ആകാശം, ആകാശത്തിൻ്റെ ധർമ്മത്തോടു കൂടി അടുത്തതിന് ആരാണ്? സ്പർശം, സ്പർശത്തിൻ്റെ ധർമ്മത്തോടു കൂടി വായു. അങ്ങനെ ആദ്യം ഉണ്ടായവയുടെ ധർമ്മത്തോടു കൂടി ശുദ്ധമായ തമോ ഗുണത്തിൽ നിന്നും അല്ലയോ ഭഗവാനെ അങ്ങ് പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു. അപ്പോൾ ഓരോ ശ്ലോകത്തിലൂടെ ഈ ഭൂമിയിലെ ഓരോന്ന് എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പടിപടിയായിട്ട് വിവരിക്കുകയാണ് ഭഗവാൻ. പക്ഷേ ഇത് ഓരോ വരിയും എടുത്ത് കീറി മുറിച്ചു പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വരി ഒന്ന് നോക്കാം.
ശബ്ദാത് വ്യോമതദ സസർജിത വിഭോ സ്പർശം തതോ മാരുതം. ശബ്ദാത് അർത്ഥം ശബ്ദത്തിൽ നിന്ന്, വ്യോമ ആകാശം, തഥ അതിൽ, സസർജിത സൃഷ്ടിച്ചു, വിഭോ ഭഗവാനെ, സ്പർശം സ്പർശം തന്നെ, തഥ മാരുത ആ സ്പർശത്തിൽ നിന്ന് കാറ്റിനെയും, അപ്പൊ അതായത് വായുവിനെയും. ശ്രദ്ധിച്ചു കേട്ടോ, പ്രപഞ്ച സൃഷ്ടിയുടെ ചുരുളുകൾ അലിയുകയാണ്. അല്പം ഗഹനതയുള്ളതാണ്, നന്നായി കേട്ടുകൊള്ളുക. ഇവിടെ നമ്മുടെ കവി പഞ്ചഭൂതങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് പറയുകയാണ്. നമ്മൾ 7ാമത്തെ ശ്ലോകത്തിൽ കണ്ടു, തമോ ഗുണമല്ലെങ്കിൽ താമസ അഹങ്കാരത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രാരൂപമായ ശബ്ദം ജനിച്ചു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി അതിൻ്റെ തുടർച്ചയാണ് 8ാമത്തെ ശ്ലോകം. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, തമോ ഗുണത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രാരൂപമായ ശബ്ദം ജനിച്ചു എന്ന് പറഞ്ഞു. ഇനി ആ ശബ്ദത്തിൽ നിന്ന് ആരുണ്ടാകുന്നു? ആകാശം ഉണ്ടാകുന്നു. അതായത് ആദ്യം ആകാശം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് തന്മാത്രാ രൂപത്തിലാണ്. ആ തന്മാത്രാ രൂപത്തിലാണ് ആകാശം ആദ്യം ഉണ്ടായത്. അതിൽ നിന്ന് എപ്പോഴാണോ ഓംകാരം എന്ന ശബ്ദം ഇങ്ങനെ വന്നത്, ആ ശബ്ദം വന്നതോടുകൂടി നമ്മുടെ തന്മാത്രാ രൂപം ആകാശമായി വികസിച്ചു. നിങ്ങൾക്ക് മനസ്സിലാക്കി പറഞ്ഞു തരാനായിട്ട്, ഒരു കുഞ്ഞ് വിത്തെടുത്ത് നമ്മൾ കുഴിച്ചിടുന്നു. ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ ആ വിത്ത് വളരുകയും അത് പൊട്ടിമുളച്ച് വലിയ വൃക്ഷമായി മാറുകയും ചെയ്യുന്നു. അതുപോലെയാണ് ആകാശം ആദ്യം തന്മാത്രാ രൂപത്തിൽ ഉണ്ടായി. ശബ്ദം വന്നതോടുകൂടി ആ തന്മാത്ര ഒരു കുഞ്ഞ് ആലിൻ്റെ വിത്ത് പൊട്ടിമുളച്ച് വലിയ ആലാകുന്നത് പോലെ ആകാശത്തിൻ്റെ തന്മാത്രാ രൂപം ശബ്ദം വന്നതോടുകൂടി അത് വളർന്നു വലുതായി സർവവ്യാപിയായ ആകാശമായിട്ട് മാറുകയാണ് ചെയ്തത്. ആ ആകാശത്തിൽ നിന്ന് മറ്റൊരു തന്മാത്ര ഉടനെ ഉണ്ടായി. അപ്പൊ ഈ തന്മാത്രകളാണ് ആറ്റം. ഇപ്പൊ സയൻസും സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ തന്മാത്രകളാണ് എന്തു ചെയ്യുന്നത്? ഓരോന്നായി രൂപപ്പെടുന്നത്. അപ്പൊ ആകാശം വന്നു കഴിഞ്ഞു. അപ്പൊ ആകാശം ആദ്യം തന്മാത്രാ രൂപത്തിൽ വന്നു. ശബ്ദം വന്നതോടുകൂടി ആ തന്മാത്രാ രൂപം വികസിച്ച് ആകാശമായി. അങ്ങനെ വികസിച്ചു വലിയ ആകാശമായപ്പം ആകാശത്തിൽ നിന്ന് വേറൊരു തന്മാത്ര ഉണ്ടായി. ആ തന്മാത്ര വായുവിൻ്റെ തന്മാത്രയായിരുന്നു. എന്ന് പറഞ്ഞാൽ വായു വളരെ സൂക്ഷ്മമായ ഒരു കുഞ്ഞു പൊട്ടായിട്ട് ആകാശത്തിൽ കിടന്നു. അതിന് സ്പർശം എന്ന പേര് കൊടുത്തു. നല്ലതുപോലെ മനസ്സിലായില്ലേ? വിശാലമായ ആകാശത്ത് വായു ഒരു കുഞ്ഞു പൊട്ടായി ജന്മമെടുത്തു. ആ കുഞ്ഞു പൊട്ടിനെയാണ് നമ്മൾ തന്മാത്ര എന്ന് പറയുന്നത്. അതിന് സ്പർശം എന്ന പേര് കൊടുത്തു. ആ സ്പർശം എന്ന വായുവിൻ്റെ കുഞ്ഞ് തന്മാത്രയുണ്ടല്ലോ, അത് പതുക്കെ പതുക്കെ എന്തു ചെയ്തു? ഒരു വിത്ത് പൊട്ടിമുളച്ച് വൻ വൃക്ഷമായി പടരുന്നത് പോലെ ഈ സ്പർശം എന്ന വായുവിൻ്റെ തന്മാത്ര വളർന്ന് വികസിച്ച് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന വായുവായി മാറി. നമ്മൾ ശ്വസിക്കുന്ന വായു, വീശുന്ന കാറ്റ്, ഇതൊക്കെയായിട്ട് മാറി. അപ്പൊ നല്ലതുപോലെ മനസ്സിലായല്ലേ? ആദ്യം ആകാശം ഒരു തന്മാത്രാ രൂപത്തിൽ കിടന്നു. ഈ തന്മാത്രകളാണ് പിന്നെ വികസിച്ച് വലിയ ഇതായിട്ട് മാറുന്നത്. ഇന്ന് ശാസ്ത്രവും അത് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം ആകാശം ഒരു തന്മാത്രാ രൂപത്തിൽ കിടന്നു. അപ്പോഴാണ് ശബ്ദമുണ്ടായത്. അതോടെ തന്മാത്രാ രൂപം വികസിക്കുകയും വലിയ സർവവ്യാപിയായ ആകാശമുണ്ടായി. ആ സർവവ്യാപിയായ ആകാശത്തിൽ ഒരു പൊട്ടുപോലെ വായുവിൻ്റെ തന്മാത്ര പതിച്ചു. ആ വായുവിൻ്റെ തന്മാത്ര അവിടുന്ന് വളർന്ന് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്ന വായുവായി മാറി. വായുവിൻ്റെ തന്മാത്രയ്ക്ക് ആദ്യം കൊടുത്തിരുന്ന പേരാണ് സ്പർശം എന്ന് പറയുന്നത്. അതായത് വളരെ നിങ്ങൾ അറിയുക, ശബ്ദത്തിൻ്റെ തന്മാത്രയിൽ നിന്നാണ് ആകാശം ഉണ്ടായത്. അതിനാൽ ആകാശത്തിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ശബ്ദമാണ്. അപ്പൊ ആകാശത്തിൻ്റെ ഗുണം ഏതെന്ന് ചോദിച്ചാൽ ശബ്ദം.
എന്തുകൊണ്ട്? ആ ശബ്ദം വന്നപ്പോഴാണ് ഇത് വികസിച്ചു വലിയ ആകാശമായി മാറിയത്. അപ്പം ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. ആ ശബ്ദത്തിൽ നിന്നാണ് സ്പർശമെന്ന വായു തന്മാത്ര ഉണ്ടായത്. അതിനാൽ വായുവിന് രണ്ട് ഗുണമുണ്ട്. ഒന്ന് ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും, രണ്ട് സ്പർശവും. അപ്പോൾ വായുവിന് രണ്ട് ഗുണം. ഒന്ന് ഏതാണ്? ആകാശം ഇല്ലേ? ആ ആകാശത്താണ് വായു പൊട്ടിമുളച്ചത്. ആംബുലൻസ് പോകുന്ന സൗണ്ടാണ്. ആകാശത്ത് നിന്നാണ് വായു പൊട്ടിമുളച്ചത്. അപ്പോൾ ഒരു അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞു പുറത്തേക്ക് വരുമ്പോൾ അമ്മയുടെ ഗുണവും കാണും. അതുപോലെ ആകാശത്തിലാണ് വായു പൊട്ടിമുളച്ചത്. ആകാശത്തിൻ്റെ ഗുണം ശബ്ദമാണ്. അതുകൊണ്ട് വായുവിന് ശബ്ദത്തിൻ്റെ ഗുണവുമുണ്ട്. ആ തന്മാത്ര വികസിച്ച് അതിന് സ്പർശം എന്ന പേര് കൊടുക്കുന്നു. അത് വികസിച്ചാണ് വായുവാകുന്നത്. അതുകൊണ്ട് വായുവിൻ്റെ ഗുണങ്ങൾ ഏതെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ശബ്ദവും സ്പർശവുമാണ്. ഇങ്ങനെ എല്ലാം ആരാണ്? ഭഗവാനാണ് നിർമ്മിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിലെ ഒരു തന്മാത്രാ രൂപത്തിൽ വായു കടന്നു, അത് സ്പർശം. ആ സ്പർശത്തിൽ നിന്ന് ആരുണ്ടാകുന്നു? വായു ഉണ്ടാകുന്നു. അങ്ങനെ സർവവും നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലയാൽ ഉണ്ടാകുന്നു. അതാണ് നമ്മൾ കേൾക്കുന്നത്. സർവവും നീയേ ശ്രീകൃഷ്ണ, ബ്രഹ്മവും നീയേ ശ്രീകൃഷ്ണ, സർവവും നീയേ ശ്രീകൃഷ്ണ, ബ്രഹ്മവും നീയേ ശ്രീകൃഷ്ണ, ആഴിയും നീയേ അഴലും നീയേ അഴകും നീയേ ശ്രീകൃഷ്ണ, ആഴിയും നീയേ അഴലും നീയേ അഴകും നീയേ ശ്രീകൃഷ്ണ, ജലവും നീയേ കാറ്റും നീയേ ഞാനും നീയേ നീയും ഞാനേ ശ്രീകൃഷ്ണ, അഴകും നീയേ ജലവും നീയേ കാറ്റും നീയേ ഞാനും നീയേ നീയും ഞാനേ ശ്രീകൃഷ്ണ, സർവവും നീയേ ശ്രീകൃഷ്ണ, ബ്രഹ്മവും നീയേ ശ്രീകൃഷ്ണ, സർവവും നീയേ ശ്രീകൃഷ്ണ, ബ്രഹ്മവും നീയേ ശ്രീകൃഷ്ണ, ആഴിയും നീയേ അഴലും നീയേ അഴകും നീയേ ശ്രീകൃഷ്ണ. നമുക്കിനി രണ്ടാമത്തെ വരി നോക്കാം. നോക്കേ, തസ്മാത് രൂപമതോ മഹോ അധച്ഛ രസം തോയം ച ഗന്ധം മഹീം. തസ്മാത് അതിൽ നിന്ന്, തസ്മാത് രൂപം അതിൽ നിന്ന് രൂപത്തെയും, മഹ തേജസ്സിനെയും, അധച എന്നിട്ട്, രസം രസത്തെയും, തോയം ജലത്തെയും, ഗന്ധം ഗന്ധത്തെയും, മഹീം ഭൂമിയെയും സൃഷ്ടിച്ചു. അതായത് ഭഗവാന്റെ ലീലകൾ എങ്ങനെയാണെന്നറിയാമോ? ഭഗവാൻ ആദ്യം ഒരു തന്മാത്രയെ സൃഷ്ടിക്കും, എന്നിട്ട് അതിനൊരു പേര് കൊടുക്കും, എന്നിട്ട് തൻ്റെ ശക്തി അതിലേക്ക് വികസിപ്പിച്ച് ഈ തന്മാത്രയെ ഒരു രൂപമാക്കി മാറ്റും. എന്നിട്ട് ആ രൂപത്തിൽ ഒരു തന്മാത്രയെ സൃഷ്ടിക്കും, അതിലേക്ക് ശക്തി കൊടുത്തിട്ട് അതിനൊരു വലുതാക്കി അതിനെ മറ്റൊന്നാക്കി മാറ്റും. അതായത് ശ്രദ്ധിച്ചു കേട്ടോളണം, ആദ്യം ഭഗവാൻ ഒരു തന്മാത്രയെ സൃഷ്ടിച്ചു, ആ തന്മാത്രയെ ഭഗവാൻ വലുതാക്കി, തൻ്റെ ശക്തി കൊണ്ട് വലുതാക്കി ശബ്ദം ഉണ്ടാക്കി. എന്നിട്ട് അതാ ഞാൻ പറഞ്ഞു ഓംകാരം. ആ ശബ്ദം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ശബ്ദത്തിൽ ഒരു തന്മാത്രയെ വെച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ആ ശബ്ദത്തിൽ നിന്നാണ് ഏതുണ്ടാകുന്നത്? ആ തന്മാത്ര വികസിച്ചാണ് ആകാശം ഉണ്ടാകുന്നത്. ആകാശം അങ്ങോട്ട് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉടനെ ഭഗവാൻ ആകാശത്തിനൊരു തന്മാത്ര വെച്ചു കൊടുത്തു, അതിനൊരു പേരും കൊടുത്തു, സ്പർശം. ആ തന്മാത്ര വികസിച്ചിട്ടാണ് ആരുണ്ടായത്? വായു ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഭഗവാൻ ചെയ്യുന്നത്, ആദ്യം ഒരു തന്മാത്ര, അതിനൊരു പേര് കൊടുക്കും, അതിൽ നിന്ന് ഒരെണ്ണം ഉണ്ടാക്കി. അപ്പം ആദ്യം ഒരു തന്മാത്ര, ആ തന്മാത്രയിൽ നിന്ന് ശബ്ദം ഉണ്ടാക്കി, എന്നിട്ട് ശബ്ദത്തിൽ ഒരു തന്മാത്രയെ വെച്ചു കൊടുത്തു, അതിനൊരു പേരും കൊടുത്തു. ആ പേര് കൊടുത്തിട്ട് എന്തു ചെയ്തു? അതിൽ നിന്ന് ആകാശം ഉണ്ടാക്കി. ഉടനെ ആകാശത്തിനൊരു തന്മാത്ര, അതിനൊരു പേരും കൊടുക്കും, എന്നിട്ട് അതിൽ നിന്ന് വായുവിനെ ഉണ്ടാക്കി.
ഇത് ഇത്രയും ഇതിനു മുമ്പുള്ള വരികളിൽ പറഞ്ഞിട്ടുള്ളതാണ് ശ്ലോകത്തിൽ. അപ്പോൾ ഇനി ശ്രദ്ധിച്ചു കേട്ടോളണം. വായുവിൽ നിന്ന് ഒരു തന്മാത്ര ഉണ്ടായി. ആ വായുവിൽ നിന്നുണ്ടായ തന്മാത്രയ്ക്ക് ഭഗവാൻ ഒരു പേര് കൊടുത്തു, രൂപം. ആ രൂപം വികസിപ്പിച്ചു ഭഗവാൻ തൻ്റെ ശക്തി കൊണ്ട്. അതാണ് തേജസ് അഥവാ അഗ്നി. അതാണ് നമ്മൾ സീരിയലൊക്കെ കാണുമ്പോൾ അഗ്നിയിൽ നിന്നൊരു രൂപം വരുന്നത് കണ്ടിട്ടില്ലേ നമുക്ക്, അഗ്നിദേവൻ്റെത്. അപ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്? വായു. ആ വായുവിൽ ഒരു തന്മാത്ര വെച്ചു കൊടുത്തു. അതിൻ്റെ പേര് രൂപം. ശക്തി കൊണ്ട് അതിനെ വികസിപ്പിച്ചു, തേജസ് ഉണ്ടായി. ഇനി ഭഗവാൻ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. എന്താണ്? തേജസ്സിൽ ഒരു തന്മാത്രയെ വെച്ചു കൊടുക്കും. തേജസ്സിൽ വെച്ച തന്മാത്രയുടെ പേര് രസമെന്നാണ്. ഇനി തൻ്റെ ശക്തി രസത്തിലേക്ക് കയറ്റി രസത്തെ വികസിപ്പിച്ച് ആരാക്കി മാറ്റി? ജലമാക്കി മാറ്റി. ജലത്തിന് 4 ഗുണങ്ങളുണ്ട്. ആ ജലത്തിൻ്റെ 4 ഗുണങ്ങൾ: 1 ശബ്ദം, 2 സ്പർശം, 3 രൂപം, 4 രസം. ഇനി ഞാൻ പഠിപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയാൻ പറ്റും. ഇപ്പം ജലം ഉണ്ടായി അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? നിങ്ങൾ തന്നെ പറഞ്ഞേ. ആ ജലത്തിൽ ഒരു തന്മാത്ര വെച്ച് കൊടുക്കും. എന്തുണ്ടായാലും ഒരു തന്മാത്ര വെച്ച് കൊടുക്കും. അപ്പം ജലമുണ്ടായി. ഭഗവാൻ ഉടനെ ജലത്തിൽ ഒരു തന്മാത്രയെ വെച്ചു കൊടുത്തു. ആ തന്മാത്രയ്ക്ക് ഒരു പേര് കൊടുത്തു, ഗന്ധം. ഇനി എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ തന്നെ പറ. ഭഗവാൻ തൻ്റെ ശക്തി കൊണ്ട് ആ ഗന്ധത്തെ വികസിപ്പിച്ചു. വികസിപ്പിച്ചത് ആരായിട്ട് മാറി? ഭൂമിയായിട്ട് മാറി. അപ്പോൾ ഭൂമിക്ക് 5 ഗുണങ്ങളുണ്ട്. 1 ശബ്ദം, 2 സ്പർശം, 3 രൂപം, 4 രസം, 5 എന്ന് പറയുന്നത് ഗുണം. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ പ്രപഞ്ചത്തിൽ കാണുന്ന സകലതിനെയും ഭഗവാൻ സൃഷ്ടിച്ച രീതി ഇതാണ്. ആദ്യം ഒരു തന്മാത്ര, അതിൽ നിന്നുടനെ ഭഗവാൻ ശബ്ദത്തെ സൃഷ്ടിച്ചു. ആ ശബ്ദത്തിൽ ഉടനെ ഒരു തന്മാത്ര, മനസ്സിലായില്ലേ? ഉടനെ ശബ്ദത്തിൽ ഒരു തന്മാത്ര, അതിൽ നിന്നുടനെ ആകാശത്തെ ഭഗവാൻ എന്ത് ചെയ്യുന്നു? സൃഷ്ടിക്കുന്നു. ഉടനെ ആകാശത്തിനകത്ത് ആരെ വെച്ചു കൊടുക്കുന്നു? ഒരു തന്മാത്രയെ വെച്ചു കൊടുക്കുന്നു. ആകാശത്തിനകത്തൊരു തന്മാത്രയെ ഭഗവാൻ വെച്ചു കൊടുത്തിട്ട് ഉടനെ അതിനകത്തുനിന്ന് ഭഗവാൻ വായുവിനെ സൃഷ്ടിച്ചു. ഇനി വായുവിനകത്തൊരു തന്മാത്ര വെച്ചു കൊടുത്തു. ഉടനെ അതിൽ നിന്ന് അഗ്നി, തേജസ്സിനെ സൃഷ്ടിച്ചു. തേജസ്സിൽ ഒരു തന്മാത്ര വെച്ചു കൊടുത്തിട്ട് അതിൽ നിന്ന് ജലത്തെ സൃഷ്ടിച്ചു. ജലത്തിനകത്തൊരു തന്മാത്ര വെച്ചിട്ട് അതിൽ നിന്ന് ആരെ സൃഷ്ടിച്ചു? ഭൂമിയെ സൃഷ്ടിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സകലതും സൃഷ്ടിച്ചവൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്. നിങ്ങളുടെ സങ്കടങ്ങൾ ഭഗവാൻ കാണുന്നുണ്ട്. ഒരു പുൽക്കൊടിയുടെ സങ്കടം പോലും ഭഗവാൻ കാണുന്നു. കാരണം ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാന്റെ വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾക്ക് സങ്കടം വന്നാൽ ഭഗവാൻ വരും. ഭഗവാൻ നിങ്ങളുടെ കണ്ണീര് തുടയ്ക്കും. ഒരു ചെറു പുഞ്ചിരി തരും. സുഗതകുമാരിയുടെ ഒരു കവിതയുണ്ട്, കൃഷ്ണ നീ എന്നെ അറിയില്ല എന്നൊരു കവിതയുണ്ട്. ആ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന് പറയുന്ന അതിലെ ഗോപിക, സകല ഗോപികമാരും കൃഷ്ണനെ ഒന്നുകിൽ ഒന്നുകിൽ മകനായി, അല്ലെങ്കിൽ കാമുകിയായി, അല്ലെങ്കിൽ തൻ്റെ ഭർത്താവായി, അങ്ങനെ പല പല രൂപങ്ങളിൽ ആരാധിക്കുന്നവരാണ്. പക്ഷേ സുഗതകുമാരി പറഞ്ഞ ഈ ഗോപിക തികച്ചും വ്യത്യസ്തയാണ്. അവര് കൃഷ്ണനോടൊത്ത് രാസലീല ആടിയിട്ടില്ല. കൃഷ്ണന്റെ അടുക്കലേക്ക് അവര് വെള്ളമെടുക്കാൻ നിന്ന ഭാവേന കൃഷ്ണനെ കാണാൻ പോയിട്ടില്ല. കൃഷ്ണൻ അവരുടെ ഉടയാട എടുത്തിട്ടില്ല. അവരുടെ വീട്ടിൽ നിന്ന് വെണ്ണ എടുത്തിട്ടില്ല. ആ കൃഷ്ണൻ ഒരിക്കൽ പോലും ആ ഗോപിയെ ഒന്ന് കണ്ടിട്ടില്ല. ആ ഗോപികയാകട്ടെ ആരെയും കണ്ടിട്ടില്ല, കൃഷ്ണനെയും കണ്ടിട്ടില്ല. പക്ഷേ കൃഷ്ണന്റെ ലീലകൾ അറിഞ്ഞ് കൃഷ്ണനെ തൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് മനസ്സുകൊണ്ട് അവരാരാധിക്കുകയായിരുന്നു. അപ്പോൾ അവരെപ്പോഴും പറയും, കൃഷ്ണ നീ എന്നെ അറിയില്ല. കാരണം കൃഷ്ണ, ഞാൻ ഒരിക്കലും നിന്റെ മുമ്പിൽ വന്നിട്ടില്ല. ഞാൻ ഒരിക്കലും നിന്നോടൊത്ത് രാസലീല ആടിയിട്ടില്ല. ഞാൻ ഒരിക്കലും നദിയിൽ കുളിക്കാൻ വന്നില്ല. അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും എൻ്റെ വസ്ത്രം എടുത്തിട്ട് പോയിട്ടില്ല. ഞാൻ ഒരിക്കലും നിന്റെ കുഴൽവിളി കേൾക്കുമ്പോൾ ഓടി വന്നിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും നിന്റെ വിരിമാറിലൊന്നും മുഖം ചേർത്തിട്ടില്ല. നീ എന്നെ കണ്ടിട്ടില്ല. ഞാനാകട്ടെ നിന്നെ ആരാധിച്ചുകൊണ്ടേയിരുന്നു. ആ ഗോപികയ്ക്ക് അതുകൊണ്ട് സംശയമാണ്, കൃഷ്ണ നീ എന്നെ അറിയുമോ? കൃഷ്ണ നീ എന്നെ അറിയുമോ? ഇതേ സംശയമാണ് നമുക്കും. കോടാനുകൂടി നമ്മൾ കൃഷ്ണനെ അങ്ങോട്ട് പോയി
കണ്ടിട്ടില്ല, ദൂരെ നിന്ന് നമ്മൾ ആരാധിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണ നീ എന്നെ അറിയുമോ എന്ന ചിന്ത നമുക്കെല്ലാം ഉണ്ട്. സർവ്വതും സൃഷ്ടിച്ച ഭഗവാനാണ്. അതിനെക്കുറിച്ച് സുഗതകുമാരി പറയുന്നത് കേൾക്കുക. ഇവിടെ അമ്പാടിതൻ ഒരു കോണിലരിയമൺ കുടിലിൽ ഞാൻ മേവും ഒരു പാവം. ഇവിടെ അമ്പാടിതൻ ഒരു കോണിലരിയമൺ കുടിലിൽ ഞാൻ മേവും ഒരു പാവം. കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. ശബളമാം പാവാട ഞൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പെയ്കേ. ശബളമാം പാവാട ഞൊറികൾ ചുഴലുന്ന കാൽത്തളകൾ കളശിഞ്ചിതം പെയ്കേ. അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി. അരയിൽ തിളങ്ങുന്ന കുടവുമായി മിഴികളിൽ അനുരാഗമഞ്ജനം ചാർത്തി. ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിൽ ഒരു നാളും എത്തിയിട്ടില്ല. ജലമെടുക്കാനെന്ന മട്ടിൽ ഞാൻ തിരുമുമ്പിൽ ഒരു നാളും എത്തിയിട്ടില്ല. കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇവിടെ അമ്പാടിതൻ ഒരു കോണിലരിയമൺ കുടിലിൽ ഞാൻ മേവും ഒരു പാവം. കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ആ ഗോപികയുടെ സംശയം? ഇവിടെ അമ്പാടിയിൽ ഒരു കോണിൽ ഒരു കൊച്ചു മൺകുടിലിൽ ഞാൻ പാവം ജീവിക്കുകയാണ് കൃഷ്ണ. അതുകൊണ്ട് നീ എന്നെ ഒരിക്കലും അറിയാൻ വഴിയില്ല. മറ്റു ഗോപികമാരൊക്കെ വളരെ ശബളമായ വളരെ അഴകാർന്ന പാവാട ഞൊറികൾ ഉടുത്തിട്ട് ആ കാൽത്തളകള് കളകള ശബ്ദം മുഴക്കി അരയിൽ തിളങ്ങുന്ന കുടവുമൊക്കെ വെച്ചിട്ട് കൃഷ്ണ ജലമെടുക്കാനെന്ന മട്ടിൽ നിന്നെ കാണാൻ വരും. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ വന്നിട്ടില്ലല്ലോ കൃഷ്ണ. നീ എന്നെ അറിയുമോ കൃഷ്ണ? അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് ബാക്കി പറയാം. ഇനി മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കാം. ഏവം മാധവ പൂർവപൂർവകലന ആദ്യാദ്യ ധർമാന്വിതം. ഏവം ഇപ്രകാരം മാധവ ശ്രീകൃഷ്ണ പൂർവപൂർവ മുൻപ് ഉണ്ടായിരുന്നതിൻ്റെ കലനാത് കൂടിച്ചേരൽ മൂലം ആദ്യമാദ്യം ഉണ്ടായിരുന്നതിൻ്റെ ധർമാന്വിതം ധർമ്മങ്ങളോടു കൂടിയ. വളരെ സിമ്പിളായൊരു വരിയാണ്. ഈ വരിക്കകത്ത് വലിയ കാര്യമില്ല. ഇതിനകത്ത് ഇത്ര മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ആദ്യം ഉണ്ടായതിനോട് പിന്നീടുണ്ടായവ കൂടിച്ചേരുന്നു. അങ്ങനെ കൂടിച്ചേർന്ന് പഞ്ചഭൂതങ്ങളിൽ ഓരോന്ന് ജനിച്ച് അങ്ങനെ ഈ പ്രപഞ്ചം രൂപം കൊള്ളുകയായി. അതായത് ആദ്യമായിട്ട് ശബ്ദത്തിൻ്റെ കൂടെ ആകാശം കൂടിച്ചേർന്നു, ആകാശത്തിൻ്റെ കൂടെ വായു കൂടിച്ചേർന്നു. മനസ്സിലായില്ലേ? ആദ്യം ശബ്ദം ഓം, ആ ശബ്ദത്തിൻ്റെ കൂടെ ആകാശം കൂടിച്ചേർന്നു, അതിൻ്റെ കൂടെ വായു കൂടിച്ചേർന്നു, അതിൻ്റെ കൂടെ രൂപം കൂടിച്ചേർന്നു, അതിൻ്റെ കൂടെ തേജസ് അഗ്നി ചേർന്നു, അതിൻ്റെ കൂടെ ജലം ചേർന്നു, അതിൻ്റെ കൂടെ ഗന്ധമായി. അങ്ങനെ ഭൂമി രൂപം കൊണ്ടു. അങ്ങനെ ഭഗവാനെ ഇതെല്ലാം അങ്ങയുടെ ലീലയാണ്. അങ്ങനെ ഈ ഭൂമിയിൽ ശബ്ദം, ആകാശം, വായു, അഗ്നി, ജലം എല്ലാം ഉണ്ടായി. ഇതെല്ലാം സൃഷ്ടിക്കുന്ന തിരക്കിലാണ് ഭഗവാൻ. ഇതൊക്കെ ലീലകളാടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ ഈ ഭൂമിയിൽ കോടാനുകോടി ജീവജാലങ്ങള്, പക്ഷികള്,
മൃഗങ്ങള് ഒക്കെ അതിൻ്റെ ഇടയിൽ കൃഷ്ണ നീ എന്നെ അറിയുമോ കൃഷ്ണ എന്നാണ് നമ്മൾ നേരത്തെ കണ്ട ഗോപിക പറഞ്ഞിരിക്കുന്നത്. ആ ഗോപിക അതിന് ഒരു കാരണവും കൂടെ പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ഗോപിക നമ്മൾ തന്നെയാണ്, നമ്മൾ ഓരോരുത്തരുമാണ് ഈ ഗോപിക. ഈ നാരായണീയം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, കണ്ടില്ലേ ഭഗവാൻ എന്തൊക്കെയാണ്, ശബ്ദത്തിൽ നിന്ന് ആകാശം അല്ലേ. ആദ്യം ഭഗവാൻ ശബ്ദം നിർമ്മിക്കുന്നു, ഓം എന്ന ശബ്ദം ഭഗവാൻ ശ്രീകൃഷ്ണൻ നിർമ്മിക്കുന്നു. അതിൽ നിന്ന് എന്താണ് ആകാശം, ആകാശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപത്തിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഗന്ധം, അതിൽ നിന്ന് ഭൂമി. ഇതിനകത്ത് കോടാനുകോടി മനുഷ്യര്, മൃഗങ്ങള്, പക്ഷികള്. ഇനി ഭൂമി കൂടാതെ ആകാശത്ത് സൂര്യര്, ചന്ദ്രര്, ദേവന്മാര്, പിന്നെ അവരുടെ കാര്യങ്ങള്, ഇതുമൊക്കെയായിട്ട് നടക്കുമ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു കോണിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, അകത്ത് കയറാൻ പോലും കഴിയാതെ ടിക്കറ്റ് എടുക്കാനുള്ള, സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കാനുള്ള പൈസയുമില്ല, 5 മണിക്കൂർ ക്യൂവിൽ നിൽക്കാനും വയ്യ. ഞാനത് കേട്ടിട്ടുണ്ട്. എത്രയോ അമ്മമാര് 4-5 മണിക്കൂർ ഭഗവാനെ ക്യൂവിൽ നിൽക്കാൻ വയ്യ, ടിക്കറ്റ് എടുക്കാനുള്ള പൈസയുമില്ല. ഞാൻ ഈ കൊടിമരത്തിൻ്റെ അടുത്തുണ്ട്, എന്നെ നീ കാണുന്നുണ്ടോ ഭഗവാനെ എന്നെത്രയോ അമ്മമാരാണ് ചോദിക്കുന്നത്. ആ ഗോപികമാരാണ് അവരെല്ലാം. ഭഗവാനെ നിന്റെ മുമ്പിൽ പോലും എത്താൻ കഴിയുന്നില്ലല്ലോ, 5-6 മണിക്കൂർ ക്യൂ നിൽക്കാൻ വയ്യല്ലോ ഭഗവാനെ, ആരോഗ്യമില്ലല്ലോ, 1000 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കാനും വയ്യല്ലോ, ഞാൻ പിന്നെ എന്ത് ചെയ്യും? ഗുരുവായൂരപ്പ, ഈ കൊടിമരത്തിൻ്റെ അടുത്ത് ഞാൻ നിപ്പുണ്ട്, എന്നെ നീ അറിയുമോ, എന്നെ നീ അറിയുമോ, എന്നെ നീ അറിയുമോ എന്ന സംശയം നമുക്കെല്ലാവർക്കുമുണ്ട്. അതേ ഈ ഗോപികയ്ക്കുമുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഗോപിക വീണ്ടും പറയുകയാണ്. നിന്റെ കുഴൽ പോരു വസന്തമായെന്നെ അന്തരംഗത്തിലല ചേർക്കേ, നിന്റെ കുഴൽ പോരു വസന്തമായെന്നെ അന്തരംഗത്തിലല ചേർക്കേ, ഞാനെൻ്റെ പാഴ്ക്കുടിലടച്ചു തഴുതിട്ടിരുന്നാനന്ദ ബാഷ്പം പൊഴിച്ചു, ഞാനെൻ്റെ പാഴ്ക്കുടിലടച്ചു തഴുതിട്ടിരുന്നാനന്ദ ബാഷ്പം പൊഴിച്ചു, ആരോരും അറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടിയർപ്പിച്ചു, ആരോരും അറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടിയർപ്പിച്ചു, കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. അതാണ് ആ ഗോപിക പറയുന്നത്. കൃഷ്ണ നീ കുഴൽ വിളിക്കും, പോരൂ, വസന്തമായി കഴിഞ്ഞു, നമുക്ക് രാസലീലയാടാം. അങ്ങനെ നീ വിളിക്കുമ്പോൾ അതെൻ്റെ അന്തരംഗം, എൻ്റെ മനസ്സിൽ അലയടിക്കും, എനിക്ക് ഉടനെ വരണമെന്ന് തോന്നും. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പാഴ്ക്കുടിലിൻ്റെ വാതിൽ അടച്ചു വച്ചിട്ട് നിന്റെ കുഴൽ വിളി കേട്ട് ഞാൻ ആനന്ദ കണ്ണുനീര് പൊഴിക്കും. എന്നിട്ട് കൃഷ്ണ ആരോരും അറിയാതെ നിന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് എൻ്റെ ആത്മാവും കൂടെ എടുത്ത് നിനക്ക് ഞാൻ അർപ്പിച്ചു കൃഷ്ണ. അതുകൊണ്ട് നിന്റെ കുഴൽ വിളി കേട്ട് പോരൂ വസന്തമായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിയെത്താത്തത് കൊണ്ട് കൃഷ്ണ നീ എന്നെ അറിയില്ല കൃഷ്ണ, നീ എന്നെ അറിയില്ല കൃഷ്ണ, നിന്റെ കുഴൽ പോരൂ വസന്തമായെന്നൻ അന്തരംഗത്തിലല ചേർക്കേ, ഞാൻ എൻ്റെ പാഴ്ക്കുടിലടച്ചു തഴുതിട്ടിരുന്നാനന്ദ ബാഷ്പം പൊഴിച്ചു, ആരോരും അറിയാതെ നിന്നെ എന്നുള്ളിൽ വെച്ചാത്മാവ് കൂടിയർപ്പിച്ചു, കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല, കൃഷ്ണ നീ എന്നെ അറിയില്ല. ഇനി ആ ഗോപികയ്ക്ക് എന്ത് സംഭവിച്ചു എന്നല്ലേ, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഇനി 4ാമത്തെ വരി കേൾക്കാം, അവസാനത്തെ വരി. ഭൂതഗ്രാമമിമം ത്വമേവ ഭഗവൻ
പ്രാകാശയസ്താമസാത് ഭൂതഗ്രാമമിമം, ഈ ഭൂതസമൂഹത്തെ ത്വമേവ അങ്ങ് തന്നെ പ്രാകാശം പ്രകാശിപ്പിച്ചു, താമസാത് തമോ ഗുണത്തിൽ നിന്ന് അല്ലെങ്കിൽ താമസ അഹങ്കാരത്തിൽ നിന്ന്, അതായത് ആദ്യമുണ്ടായതിനോട് പിന്നീടുണ്ടായവയെല്ലാം കൂടെ കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂട്ടിച്ചേർത്ത് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. നമുക്ക് കിട്ടുന്ന പൈസകൾ വഞ്ചിക്കകത്തിട്ടിട്ട് കൂട്ടിച്ചേർക്കുന്നത് പോലെ, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ ഞാൻ. അങ്ങനെ പഞ്ചഭൂതങ്ങൾ ഉണ്ടായി. ശബ്ദത്തിൽ നിന്ന് ആകാശം ഉണ്ടായി, ആകാശത്തിൽ നിന്ന് ആകാശവും ശബ്ദവും കൂടി ചേർന്ന് വായു ഉണ്ടായി, ഇത് മൂന്നും കൂടി ചേർന്ന് തേജസ് ഉണ്ടായി. അങ്ങനെ ഓരോന്നായിട്ട് കൂടിക്കലർന്ന് ഈ പ്രപഞ്ചഭൂതങ്ങൾ മുഴുവനും ഉണ്ടായി. ആ പ്രപഞ്ചഭൂതങ്ങളെ പ്രകാശനം ചെയ്തത്, അവയ്ക്കു വേണ്ടുന്ന ശക്തി കൊടുത്ത് അതിനെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പ്രാപ്തി നൽകിയത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. അപ്പോൾ പറയുകയാണ്, ഓരോന്നുണ്ടായി, അതിൻ്റെ കൂടെ മറ്റൊരെണ്ണം കൂട്ടിച്ചേർത്തു. അങ്ങനെ ഈ കൂടിച്ചേർന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. ശബ്ദത്തിൽ നിന്ന് ആകാശം, ശബ്ദവും ആകാശവും കൂടെ ചേർന്നിട്ട് വായു, ശബ്ദവും ആകാശവും വായുവും കൂടെ ചേർന്നപ്പോൾ തേജസ് അഥവാ അഗ്നി ഉണ്ടായി. അങ്ങനെ പഞ്ചഭൂതങ്ങൾ ഒന്നൊന്നുണ്ടായി. ആ ഉണ്ടായ പഞ്ചഭൂതങ്ങൾക്ക് പ്രപഞ്ചത്തിൽ ഒരുപാട് കർമ്മമുണ്ട് അനുഷ്ഠിക്കാൻ. ജലത്തിന് കർമ്മമുണ്ട്, അഗ്നിക്ക് കർമ്മമുണ്ട്. അതാണ് പഞ്ചഭൂതം. അതുകൊണ്ടാണ് ഹിന്ദുക്കൾ മരിക്കുമ്പോൾ ശരീരം ദഹിപ്പിക്കുന്നത്. കാരണം അഗ്നിക്കുള്ള ഭാഗം ഇതിലുണ്ട്, അത് മാത്രമേ അഗ്നി എടുക്കത്തുള്ളൂ. മനസ്സിലായോ? വായുവിനുള്ള ഭാഗം അത് വായു എടുത്തുകൊണ്ട് പോകും. ഭൂമിക്കുള്ളത് അത് ഖരമായി അവിടെ തന്നെ കിടക്കും. ജലത്തിനുള്ള പങ്കാണ് നമ്മളെടുത്ത് കടലിൽ ഒഴുക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചെങ്കിൽ ഈ ശരീരവും പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു. അപ്പം നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മളെ ദഹിപ്പിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങൾ അവർക്കെല്ലാം വീതിച്ചു കൊടുക്കുക. അഗ്നിയുടെ പങ്ക് അഗ്നിക്ക്, ജലത്തിൻ്റെ പങ്ക് ജലത്തിന്, ഭൂമിയുടെ പങ്ക് ഭൂമിക്ക്, ആകാശത്തിൻ്റെ പങ്ക് ആകാശത്തിന്, വായുവിൻ്റെ പങ്ക് വായുവിന് നമ്മൾ വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വായുവിന് കർമ്മം ചെയ്യണം, അഗ്നിക്ക് കർമ്മം ചെയ്യണം, ജലത്തിന് കർമ്മം ചെയ്യണം. അതിന് ഭഗവാൻ തൻ്റെ ശക്തി അവരിലേക്ക് പ്രവേശിപ്പിക്കുകയും അവരെ പ്രകാശമാനമാക്കുകയും ചെയ്തു. അങ്ങനെ ഭൂമിയും ആകാശവും ജലവും അഗ്നിയും എന്നു വേണ്ട കോടാനുകോടി ജീവജാലങ്ങളെ ഭഗവാൻ എങ്ങനെ സൃഷ്ടിച്ചു. അതിലൊന്നു മാത്രമായ നമ്മളെ ഭഗവാൻ തിരിച്ചറിയുമോ, കനിയുമോ, ഒരു ചെറു പുഞ്ചിരിയെങ്കിലും നൽകുമോ എന്നതാണ് സുഗതകുമാരി ടീച്ചർ ഗോപിയുടെ സംശയം, നമ്മളെ ഓരോരുത്തരുടെയും സംശയം. ഭഗവാൻ ദേവന്മാരുടെ കാര്യത്തിന് പോകണം, അവിടെ അസുരന്മാരെ നിഗ്രഹിക്കാൻ പോകണം, ഭൂമിയിലെ കാര്യങ്ങൾ പരിപാലിക്കണം. ഇതിനിടയിൽ നമ്മളെ നോക്കുമോ? അതാണ് സുഗതകുമാരി ടീച്ചർ പറയുന്നത്. എന്താ പറയുന്നത്? കൃഷ്ണൻ വൃന്ദാവനം വിടുകയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനം വിടുകയാണ്. തന്നെ സ്നേഹിച്ച എല്ലാവരോടും ഭഗവാൻ വിട പറയുകയാണ്. ഓരോരുത്തരുടെ അടുത്ത് ചെന്ന് അവരോടൊക്കെ ഭഗവാൻ എന്ത് ചെയ്യുകയാണ്? യാത്ര പറയുകയാണ്. ഇതറിഞ്ഞിട്ട് ചലിക്കാൻ പോലും കഴിയാതെ നമ്മുടെ ഗോപിക അവളുടെ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ അങ്ങനെ ഇരിക്കുകയാണ്. ആ കുടിലിൻ്റെ മുന്നിലൂടെയാണ് കൃഷ്ണൻ മധുരയ്ക്ക് പോകേണ്ടത്. ജീവിതത്തിൽ ഇതുവരെ ഒന്ന് കാണാൻ പോയിട്ടില്ല, കൃഷ്ണനും കണ്ടിട്ടില്ല. ഇതാ വൃന്ദാവനം വിട്ട് കണ്ണൻ പോവുകയാണ്. ദൂരെ ഇരുന്ന് ഈ മൺകുടിലിൻ്റെ ഒരറ്റത്തിരുന്ന് എനിക്ക് ഭഗവാനെ ഒന്ന് കാണണം. അപ്പോഴും വിചാരിക്കുകയാണ്, കൃഷ്ണ നീ എന്നെ അറിയുമോ? അങ്ങനെ നോക്കുമ്പോൾ കൃഷ്ണൻ്റെ രഥം വരികയാണ്. കൃഷ്ണൻ്റെ നാലു ചുറ്റും കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഗോപികമാരുടെ ഒരു
ഒരു കൂട്ടം. കൃഷ്ണൻ അവരെയൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. രഥം മന്ദം മന്ദം ഇങ്ങനെ നീങ്ങുകയാണ്. അപ്പോൾ ആ ഗോപിക വിചാരിക്കുകയാണ്, കൃഷ്ണൻ എന്നെ രഥത്തിൽ നിന്ന് പോലും കാണാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ആൾക്കാർ കൃഷ്ണനെ പൊതിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് കൃഷ്ണനെ ഒന്ന് ചൊവ്വേ നേരെ കാണാൻ പോലും പറ്റുമോ? കൃഷ്ണ കൃഷ്ണ, ഞാൻ ഈ മൺകുടിലിൻ്റെ അറ്റത്തുണ്ട്, ഞാൻ ഈ മൺകുടിലിൻ്റെ അറ്റത്തുണ്ട്. എൻ്റെ ആത്മാവ് പോലും നിന്നെ സമർപ്പിച്ച് ഞാൻ കാത്തിരിക്കുകയാണ് കൃഷ്ണ. അതുപോലും അറിയാതെ നീ വൃന്ദാവനം വിടുകയാണോ? നീ വൃന്ദാവനം വിടുകയാണോ? നിന്നെ സ്നേഹിക്കുന്ന കൂട്ടത്തിൻ്റെ ഇടയിൽ നീ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്നെ എങ്ങനെ അറിയും കൃഷ്ണ എന്നൊരു തേങ്ങലോടെ വിചാരിക്കുന്നു. അതിൻ്റെ ഉത്തരം ടീച്ചർ തന്നെ പറയുന്നു. സുഗതകുമാരി ടീച്ചർ തന്നെ പറയുന്നത് നിങ്ങൾ കേൾക്കൂ. അത് നിങ്ങൾക്കും ഒരു ആശ്വാസമാണ്. ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയില്ലെങ്കിലും ആ പുറത്ത് നിന്നാലും കണ്ണൻ അറിയുമോ? കണ്ണൻ അറിയുമോ? അതിൻ്റെ ഉത്തരം സുഗതകുമാരി ടീച്ചർ തന്നെ പറയുന്നു. കേട്ടോളൂ. കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ, നീ മധുരയ്ക്കു പോകുന്നു അത്രേ. കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ, നീ മധുരയ്ക്കു പോകുന്നു അത്രേ. പൊൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനെത്തിഞ്ഞത്രേ. പൊൽത്തേരുമായി നിന്നെ ആനയിക്കാൻ ക്രൂരനെത്തിഞ്ഞത്രേ. ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാനെൻ്റെ ഉമ്മറത്തിണ്ണയിലിരിക്കേ. ഒന്നുമേ മിണ്ടാതനങ്ങാതെ ഞാനെൻ്റെ ഉമ്മറത്തിണ്ണയിലിരിക്കേ. രഥചക്രഘോഷം കുളം വച്ച ഞാനെൻ്റെ മിഴിപൊക്കി നോക്കിടും നേരം, നൃപചിഹ്നമാർന്ന കൊടിയാടുന്ന തേരിൽ നീ നിറതിങ്കൾ പോൽ വിളങ്ങുന്നു. കരയുന്നു കൈനീട്ടി ഗോപിമാർ കേണു നിൻ പിറകെ കുതിക്കുന്നു പൈക്കൾ. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. തിരുമിഴികൾ രണ്ടും കലങ്ങിച്ചു വന്നു നീ അവരെ തിരിഞ്ഞു നോക്കുന്നു. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കേ. ഒരു ശിലാബിംബമായി മാറി ഞാൻ മിണ്ടാതെ കരയാതനങ്ങാതിരിക്കേ. അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ നിൻ, അറിയില്ല എന്നെ നീ എങ്കിലും കൃഷ്ണ നിൻ രഥമെൻ്റെ കുടിലിനു മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു, ഒരു മാത്ര നിൽക്കുന്നു. കണ്ണീർ നിറഞ്ഞര മിഴികളന്നേർക്കു ചായുന്നു. കൃഷ്ണ നിന്റെ രഥമെൻ്റെ കുടിലിന് മുന്നിൽ ഒരു മാത്ര നിൽക്കുന്നു. കണ്ണീർ നിറഞ്ഞര മിഴികളന്നേർക്ക് ചായുന്നു. കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു. കൃഷ്ണ കരുണയാലാകെ തളർന്നൊരാ ദിവ്യമാം സ്മിതമെനിക്കായി നൽകുന്നു. കൃഷ്ണ നീ അറിയുമോ എന്നെ? കൃഷ്ണ നീ അറിയുമോ എന്നെ?
എൻ്റെ കൃഷ്ണ നീ അറിയുമോ എന്നെ? അറിയും അറിയും, ഏതാൾക്കൂട്ടത്തിൻ്റെ ഇടയിലും അറിയും. ഗുരുവായൂർ അമ്പല നടയില് 1000-ന്റെ ടിക്കറ്റ് എടുത്ത് അത് അന്ന് ക്ലോസ് ചെയ്തു. പിന്നെ എനിക്ക് മണിക്കൂറുകളോളം ക്യൂ നിൽക്കാൻ പറ്റില്ല, ആരോഗ്യ പ്രശ്നങ്ങള്. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഞാൻ വിചാരിച്ചു അതേ കൊടിമരത്തിൻ്റെ അടുക്കൽ നിന്ന് തൊഴാം. ഭഗവാനെ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ, അല്ലാതെ എന്ത് ചെയ്യും? ആ സമയത്ത് നീ എന്നെ അറിഞ്ഞു കണ്ണാ. നിന്റെ കടാക്ഷത്താൽ അതേ ആ സീനിയർ സിറ്റിസണിന്റെ ക്യൂവിന്റെ ഇടയ്ക്ക് കേറുന്ന വാതിലിന്റെ തൊട്ടടുത്ത് കാവൽക്കാരൻ പോലും നിൽപ്പുണ്ട്. എന്നിട്ടും അവരുടെ കണ്ണ് വെട്ടിച്ച് എന്നെ കയറ്റി അകത്ത് കൊണ്ടു ചെന്ന് കൃത്യമായ ദീപാരാധന തൊഴിവിച്ചു. അതുമോ ആ സമയത്തൊരു VIP കൊണ്ട് നിർത്താനും അവര് തൊഴുതു തീരുന്നത് വരെ അവരോടൊപ്പം നിന്ന് അവരിൽ ഒരാളാണെന്ന് കരുതി തൊഴാനും സാധിച്ചു. അറിയുന്നു നീ എന്നെ കൃഷ്ണ, നീ അറിയുമോ എന്നെ കൃഷ്ണ, നീ അറിയുമോ എന്നെ കൃഷ്ണ, നീ അറിയുമോ എന്നെ? രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.